പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അത് പിന്നെ പ്രാർത്ഥന മാത്രമല്ല, അവർ വേറൊരു കാര്യം ചെയ്യും. ഈ ഭാരം വരച്ചുകൊണ്ട് അവർ തമിഴ് കുർബാനയ്ക്ക് പോകും. ചെന്നൈയിലല്ല താമസിക്കുന്നത്. അപ്പോൾ ഒരു തമിഴ് കുർബാനയ്ക്ക് പോകും, പിന്നെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകും. ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് പത്രം കൊടുക്കും എല്ലാവർക്കും. കൃപാസനത്തിൻ്റെ ഇംഗ്ലീഷ് പത്രം ഉണ്ടല്ലോ. ഒരു ഗർഭിണി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് അധ്വാനം എന്നാണ്, രക്ഷയുടെ അധ്വാനങ്ങളാണ്. എന്നാൽ അവർ പറയുക എനിക്ക് ഈ പത്രം കൊടുക്കണമെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ചമ്പലായിരുന്നു ആദ്യം. അന്ന് അവർ പറയുന്നുണ്ട്, കൂട്ടത്തിൽ പറയുന്നുണ്ട് എനിക്ക് ചമ്പലാണ്, ഇത് എന്തിനാണ് കൊടുക്കണമെന്നൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായിരുന്നു എന്താ കൊടുക്കണമെന്ന്. കാര്യം രക്ഷയ്ക്ക് അധ്വാനമാണ്, രക്ഷയുടെ അധ്വാനമാണ്. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രവൃത്തി കൂടാതെ, യാക്കോബ് 2:17 എന്താണ്? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. എന്തെങ്കിലും തോന്നിയ മാസം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അവൻ പറയണ പോലെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? പ്രവൃത്തി കൂടാതെ വിശ്വാസം നിർജീവമാണെന്ന് പറഞ്ഞ് നമുക്കിഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമുക്കിഷ്ടമുള്ള പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കും. ആരെയാണ്? ബന്ധുക്കളെ, സ്വന്തപ്പെട്ട കൂട്ടുകാരാ, അല്ലെങ്കിൽ വേറെ ലൈൻ കേസ് ഉണ്ടെങ്കിൽ അതിനെ, അതാണ് നമ്മൾ സഹായിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള സഹായമാണ്. ആ സഹായമല്ല. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ് അവകാശമെന്നല്ല അവൻ ചോദിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ബന്ധം സ്വന്തമില്ലാത്ത ആൾക്കാരെ അവൻ്റെ നാമത്തിൽ സഹായിക്കണമെന്ന് കൈയടിച്ച് കർത്താവിനെ ദിവ്യകാരുണ്യത്തിന് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുകയല്ല. പിന്നെന്താ പ്രവർത്തിക്കേണ്ടത്? ഉടമ്പടിയിൽ അവൻ പറയണത് പോലെയാണ് പ്രവർത്തിക്കേണ്ടത്. അവൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതാണ് അവൻ പറഞ്ഞത്. അതിനാണ് നമ്മൾ പ്രസംഗിക്കാൻ പറ്റാത്ത ആൾക്കാരെ കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണത്, പ്രാർത്ഥിച്ച് കൊടുക്കും. ഇപ്പം ഷീജ അതല്ലേ ചെയ്തത്. ഷീജ അല്ലല്ല, അഞ്ജന അതല്ലേ ചെയ്തത്. ഗർഭിണിയാണെങ്കിലും 8ാം മാസത്തിലും വയറും വലിച്ചുകൊണ്ട് പോയി കുർബാന കൂടി വെച്ചു. ഇംഗ്ലീഷ് പത്രം കൊടുക്കും എല്ലാവർക്കും. ഇംഗ്ലീഷ് മാസം കൂടി വെച്ചു, മലയാളം മാസം കൂടി വെച്ചു, തമിഴ് മാസം കൂടി വെച്ചു, തമിഴ് പത്രം കൊടുക്കും. പണ്ടിത് കൊടുക്കത്തില്ല. ഇങ്ങനെ ഒരു നാണമൊക്കെ ആയിരുന്നു. പക്ഷേ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നാണം മാറി. ഈ ലോക ആരോഗ്യം കൂടുന്നതനുസരിച്ച് നമുക്ക് നാണം വരുവേ. അതെങ്ങനെ കൊടുക്കും? മറ്റൊരു കാണത്തില്ലേ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ. ലോകത്തിൻ്റെ അരൂപിയുള്ള കാരണം നാണം വരും, നമുക്ക് ലജ്ജ വരും. അത് അഭിഷേകം കിട്ടാത്തത് കൊണ്ടാണ്. അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യും. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ഇവർ പറയുന്നൊരു വാക്കുണ്ട്. അത് ആണ് ഈ സാക്ഷ്യം ഞാൻ ധ്യാനത്തിന് വേണ്ടി എടുക്കാൻ കാരണം. കാര്യം ഇവർ വന്ന് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ അമ്മ ഭയങ്കര സപ്പോർട്ടീവാണ്. കൊച്ച് വൈകല്യമുള്ള കുഞ്ഞാണെന്ന് പറയുമ്പോൾ തന്നെ അമ്മ പറയും ഒരു കുഴപ്പമില്ല, നീ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് കൃപാസ അമ്മയുടെ മുമ്പിൽ പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ അമ്മയാണ് നിന്നോട് പറയണമെന്ന് പറയും. ഹസ്ബൻഡും ഭയങ്കര സപ്പോർട്ടീവാണ്. ഹസ്ബൻഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവിടെ വിഷമിച്ചിരിക്കുക പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അയാളുടെ പ്രാർത്ഥന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇവർ നോക്കുമ്പോൾ ഇവളുടെ അപ്പൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിരിക്കുന്ന പുള്ളിക്കാരൻ പള്ളിയിലൊന്നും പോകാത്ത ആളാണ്. വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ കുർബാനയ്ക്കൊന്നും പോകത്തില്ല. അങ്ങനെ ചില ആൾക്കാരില്ലേ, അവർക്ക് ആ ആഴമായ ബോധ്യം കിട്ടാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ നമ്മുടെ ജന്മം മുഴുവൻ അവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. നമ്മൾ മരിച്ചാലും ചിലപ്പോൾ അവർ മാനസാന്തരപ്പെടത്തില്ല. പക്ഷെ അത് പ്രശ്നമില്ല. നിൻ്റെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഉണ്ടാവും അവർക്ക് വേണ്ടി. അതാണ് നിൻ്റെ വിജയം. രക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനത്തിൻ്റെ ഭാഗമാണ്. അവൻ പറയണ പോലെ ചൊല്ലുകയല്ല, അവർ ചെയ്യണത്. എന്താ അപ്പം സംഭവിക്കണത്? അപ്പൻ്റെ മാനസാന്തരം സംഭവിക്കണം. അപ്പനിരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങിയാണ്. ഒരിക്കലും ചിന്തിക്കാത്ത, അവരുടെ ചിന്തയിലില്ലാത്ത, ഒരു കാര്യപരിപാടിയിലില്ലാത്ത ഒരു വിഷയമാണിത്.
അവരത് ഒഴിവാക്കിയതാണ്. അപ്പനെ മരിച്ചാലും ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെ ഒഴിവാക്കിയാണ് പ്രാർത്ഥനയെന്ന്. പക്ഷെ ഇപ്പോൾ ഉടമ്പടി എടുത്ത് അവൻ പറയണ പോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പവർ ഭയങ്കരമല്ലേ. ഇതിങ്ങനെ എക്സസൈസായിട്ട് എല്ലായിടത്തും കയറി അങ്ങോട്ട് വീശുകയാണ്. ഉടമ്പടിയുടെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനേക്കാൾ വലിയ ഒരു കാര്യം ഈ അഞ്ചന പറയുന്നുണ്ട്. അതായത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ട് എനിക്കെപ്പോഴും ഭയങ്കര കൊതിയായിരുന്നു, ഈ വയറും വെച്ച് അമ്മയുടെ അടുത്തുനിന്ന് വരണം, അമ്മയെ കുഞ്ഞിനെ കാണിക്കണം, അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കണമെന്ന്. ഞാൻ അങ്ങനെ അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കണത്. ഈ ഓരോ നമുക്ക് മുമ്പേ കടന്നുപോയ ആൾക്കാർ പറയുന്ന വാക്കുകളും അവരുടെ അനുഭവങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആവേശകരമാണ്. എന്താ പറയുക, അമ്മയെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഉടമ്പടി ചെയ്തിട്ട് അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കണം എനിക്ക്. അങ്ങനെ ഞാൻ ഏൽപ്പിച്ചു പോയി. എന്താ സംഭവിച്ചെന്നറിയാവോ? അങ്ങനെ നീ ദൈവത്തെ ഏൽപ്പിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അഞ്ചനയ്ക്ക് സംഭവിക്കുന്ന അടുത്ത സംഭവം എന്ന് പറയുന്നത്, ഇവർ പറയണത് എനിക്ക് ഒരു ശക്തി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. പിന്നെ എനിക്ക് പഴയതുപോലെ ആൾക്കാർ പറയുമ്പോൾ വിഷമം തോന്നിയിട്ടില്ല. ഒരു ശക്തി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ആ ശക്തി എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഏറ്റെന്നുള്ള ആന്തരികമായ ധൈര്യം എനിക്ക് കിട്ടിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ അഭിഷേകമെന്ന് നമ്മൾ പറയണത്. ഇത് നിങ്ങൾ വളരെ കരുതലോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും ഉടമ്പടി എടുത്തിട്ട് വിവാഹം കഴിക്കാൻ ഇപ്പം 48, 49, 50 വയസ്സുകാരൊക്കെ വിവാഹം കഴിക്കണില്ലേ ഉടമ്പടിയിൽ? 24 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായില്ലേ ഉടമ്പടിയിൽ? അതല്ല വിഷയം. അത് സാധാരണ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ ഉടമ്പടിയുടെ ഒരു ഭയങ്കരമായ ഒരു സാധ്യതയുണ്ട്. എന്താ കാര്യം? ഇവർ ഈ അംഗവൈകല്യം ഉണ്ടെന്ന് പറയുന്ന കുഞ്ഞിനെയും വയറ്റിലിട്ട് ഓരോ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ഇപ്പം കിഡ്നിയും കേടായിട്ടുണ്ടെന്ന് പറയും. അടുത്ത സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞ് പെടൽ തിരിയത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ പേടിപ്പിക്കണമെന്നല്ലാതെ അവർക്കൊരു ആശ്വാസം കിട്ടണില്ല. പക്ഷെ ഉടമ്പടി ചെയ്തിട്ട് ഇവരെന്താ കളരാതെ വീഴാതെ നിൽക്കണ എന്താണ് ഇവർ പറയണത്? ഏതോ ഒരു വലിയ ശക്തി, അതായത് അമ്മേനാണ് ഉദ്ദേശിക്കണത്, എന്നെ താങ്ങിയിട്ടുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുണ്ടെന്നൊരു ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടിയെന്ന്. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയേണ്ടത്. ശക്തിയും വരും, നമുക്ക് ധീരതയും വരും. ഇത് നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടെ മേടിക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ ഉടമ്പടി 4 പ്രാവശ്യം പുതുക്കി നീല പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞ് നടന്നൊരു കാര്യമില്ല. ഉടമ്പടിയുടെ ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്ത ഒരു പെക്കൂലിയർ പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞില്ല 8552 വാഗ്ദാനങ്ങളിൽ എല്ലാ വാഗ്ദാനങ്ങളും ദൈവം ആവർത്തിക്കുന്ന സംഭവമുണ്ട്. എന്താണ്? ഐ വിൽ കം വിത്ത് യു. അതാണ് ഉടമ്പടി. അതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഈശോ കുർബാന സ്ഥാപിക്കുമ്പോൾ ആ പ്രസൻസ് നിത്യമാക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിനും പിന്നെ പ്രസൻസ് ഉണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഫീൽ ദ പ്രസൻസ്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉറപ്പ് വരുത്തുകയാണ്. കാര്യം ദൈവം എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തപ്പോഴും പറഞ്ഞു, ഐ വിൽ ഗിവ് യു ലാൻഡ്, ദ പ്രോമിസ്ഡ് ലാൻഡ്, ഐ വിൽ ഗിവ് ദ സൺ ഓഫ് സ്പ്രിങ്, നിനക്ക് സന്തതിയെ തരും, ആൻഡ് ഐ വിൽ ഗിവ് ദ ബ്ലെസ്സിങ്. നീ തന്നെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. 3 ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത് എബ്രാഹുമായിട്ട്. ഈ ഉടമ്പടിയുടെ എല്ലായിടെയും ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. ദൈവവചനം അനുസരിച്ച് ജീവിക്കാനുള്ള ദൈവഭയത്തിൽ ഉടമ്പടിയെടുത്ത് മാതാവിന് മധ്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. കൈയടിച്ച് കർത്താവ് കൈയടിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങൾ പൂർണ്ണമായി വീഴ്പ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, കർത്താവ് ഉടമ്പടി പ്രകാരം തൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വന്നു.
സാർ ഉടമ്പടി എടുക്കുമ്പോൾ സാധാരണ വരണത് അമ്മയാണ് വരുന്നത്. മരിയൻ ഉടമ്പടി ആയത് കാരണം അമ്മ സാന്നിധ്യമാണ് കൂടുതൽ വരണത്. അതുകൊണ്ടാണ് ആൾക്കാർ സഞ്ചാരി മാതാവെന്ന് പറയണത്. സഞ്ചാരി മാതാവ് കോടതി വന്ന്, സ്ഥലവിളക്ക് സ്ഥലത്ത് വന്ന്, പോലീസ് സ്റ്റേഷനിൽ വന്നൊക്കെ ആൾക്കാർ പറയണില്ലേ, വീട്ടിൽ വന്നെന്നൊക്കെ പറയുന്ന കാര്യം ഇതാണ്. ഉടമ്പടിയിലുള്ളതാണത്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഐ വിൽ കം വിത്ത് യു എന്നിട്ട് എന്താ പറയണത്? അതെങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണത്? ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പം സഞ്ചാരി മാതാവിനെ നമുക്ക് കാണാൻ പറ്റും, ദർശനത്തിലായാലും സ്വപ്നത്തിലായാലും നേരെയാണെങ്കിൽ കാണാൻ പറ്റും. അത് എത്രയോ സാക്ഷ്യങ്ങൾ അങ്ങനെ വന്നു. പക്ഷേ കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ദൈവത്തെ, നമുക്ക് അമ്മ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈശോ ചൈതന്യം ഇവിടെ പ്രസരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകണത്? രണ്ട് കാര്യത്തിലാണ് മനസ്സിലാകണത്. ഒന്ന്, ശക്തി തോന്നും നമുക്ക്. ബലഹീനമായ സാഹചര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് 2 കോടിയുടെ കടമുണ്ട്, അല്ലെങ്കിൽ 15 ലക്ഷത്തിൻ്റെ കടമുണ്ട്, കടക്കാരെല്ലാം വിളിക്കണമെങ്കിൽ യു ഡോണ്ട് ഫീൽ എനിത്തിങ്. യു ആർ ലിവിങ് ആൻഡ് ഫേസിങ് ആസ് ഇഫ് യു ഹാവ് നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ സന്ദർശിച്ചിരിക്കുന്നു. കൈ ഇടിച്ച് കർത്താവിനെ സ്വലം ദിവ്യകാരുണ്യത്തിന് ജോഷുവയോട് മോസസ് പറയുന്ന വാക്കെന്താ? ഈ പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി, അതായത് പ്രസൻസ് പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയുടെ വാഗ്ദാനമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മോസസ് പറയും, ശക്തനും ധീരനുമായിരിക്കുക. wherever you go I will there. ഞാൻ നിൻ്റെ കൂടെ വരും. ഐ വിൽ അക്കമ്പനി യു. ഞാൻ നിൻ്റെ കൂടെ വരും. ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഫീൽ ചെയ്യണത് ഉടമ്പടിയിലാണ്. കാര്യം എന്താ? നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയല്ലേ. ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ ഒന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ചെയ്യുന്നതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ലേ, അവർക്ക് എന്താ ഈ കേട്ടക്ക് പരീക്ഷ 150 ചോദ്യങ്ങളാണ്. 8 ചോദ്യം മാത്രം അറിയാം, പിന്നെ ഒന്നും അറിയത്തില്ല. 8 ചോദ്യം അറിയാം, പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ എന്താ? പിന്നെ എല്ലാം അമ്മ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞ പോലെ ഞാൻ ചെയ്തെന്നാണ്. 94 ചോദ്യങ്ങൾ ശരിയായിപ്പോയി. അവർക്ക് വയസ്സുണ്ട്, ഒത്തിരിയുണ്ട്. 18 കൊല്ലമായിട്ട് പഠിപ്പിക്കലില്ല. 18 കൊല്ലമായിട്ട് പഠിപ്പിക്കലില്ല. ആ കണക്ഷൻ പോയി മൊത്തം. പക്ഷേ ദൈവം എല്ലാം റീഗ്രൈൻ ചെയ്ത് അവർക്ക് സർക്കാർ ജോലി കൊടുത്തില്ലേ? ഒറ്റ ഉടമ്പടിയാണ്. ഈ ദിവസങ്ങളിൽ ജിത്തു എന്നും പറഞ്ഞ ജിതി അത് നോൺ ക്രിസ്ത്യനാണ്. ജിതിയുടെ സാക്ഷ്യം എന്നെ വളരെ സ്വാധീനിച്ച സാക്ഷിയാണ്. ജിതിയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആവശ്യം തോന്നും. ജിതി പറയണത് എന്താ? അവർ MCA ആണ്, പക്ഷേ 5 കൊല്ലം മുമ്പെടുത്ത MCA ആണ്. അവളിപ്പോൾ താമസിക്കുന്നത് എവിടെയാണ്? തായ്ലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവിടെ ഇടിച്ചതിൽ ചെന്നിരിക്കുന്ന ആരാണെന്നറിയാവോ? IIM വിദ്യാർത്ഥികൾ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതാണ്. IIM വിദ്യാർത്ഥികളാണ്. തായ്ലൻഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ആൾക്കാരാണ് ചെന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പഠിച്ചതാണ് ജിത്തി. 5 കൊല്ലത്ത് ഗ്യാപ്പും ഉണ്ട്. അവൾ സാക്ഷ്യം പറയുമ്പോൾ പറയുന്നതാണ്, എൻ്റെ കയ്യിൽ അമ്മയുടെ കാശുരും മാത്രമേ ഉള്ളൂ. 5 കൊല്ലത്ത് ഗ്യാപ്പ് നികർത്താൻ വേണ്ടി കയ്യിലുള്ളത് എന്താണ്? അമ്മയുടെ
കാശ് രൂപ. ദാറ്റ് മീൻസ് വിശ്വാസം. വിശ്വാസം നിന്റെ എല്ലാ ഗ്യാപ്പുകളെ നിവർത്തും. കൈയിട്ടിച്ച് കർത്താവിനെ നേർച്ച വസ്തുക്കൾ തരുന്നുണ്ട്. ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി കാശ്രൂപം. പക്ഷേ ചില ആൾക്കാർക്ക് ഭയങ്കരമായ ഇടിവെട്ട അനുഭവങ്ങളാണ്. കാര്യം എന്താണ്? അവർക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാം. ചില ആൾക്കാർ സാധാരണ പോലെ, അതായത് നമ്മളെങ്ങനെ, ഇപ്പോൾ ഈശോ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ 10:43 അല്ലേ, മത്തായി ശ്രീകാരുടെ സുവിശേഷം, നീതിമാനെ നീതിമാനായി കരുതുന്നവരെ നീതിമാൻ്റെ പ്രതിഫലം, പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം. അതായത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിലവാരം എന്ത്, അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ആനുപാതികമായിരിക്കും. അത് കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. എന്ന് വായിച്ചോളൂ. അത് മത്തായിയുടെ സുവിശേഷം 10-41 തിരുവചനം. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് എന്ന് പറഞ്ഞ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. അടുത്തത്, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പം നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഉടമ്പടി തൈലമായാലും ഉടമ്പടി കാശ്വരമായാലും ഇപ്പം അവരെന്താ ജിതി എന്താ പറയണത്? അവർ നോൺ ക്രിസ്ത്യൻ അല്ലേ? അവർക്ക് എന്താ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്? അവർ പറയണത് എനിക്ക് 5 കൊല്ലത്തെ ഗ്യാപ്പാണ്. മലയാളത്തിൽ നിന്ന് ഞാൻ ഇവിടുന്ന് MC എടുത്ത് പോയിട്ട് ഞാൻ പിന്നീട് സംഭവം തൊട്ടിട്ടില്ല. എന്നെ കോമ്പറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാർ IIM നിന്ന് വന്നിരിക്കുന്നവരാണ്. അവർക്ക് അവിടെ വന്നിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നവരോട് ഞാൻ കോമ്പറ്റ് ചെയ്യണത്. എൻ്റെ ഗ്യാപ്പാണ് എൻ്റെ ഏറ്റവും വലിയ ഭ്രാന്തെന്ന് പറയുന്നത്. ഗ്യാപ്പ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കണത്. പക്ഷേ അമ്മയുടെ കാശിലുമാണ് എൻ്റെ ഉള്ളത്. അത് എക്സിക്യൂഷനാണത്. അതായത് ഏത് ഗ്യാപ്പായാലും ശരി. നീ ഇങ്ങനെ ഒത്തിരി പറഞ്ഞില്ലേ, ഗ്യാപ്പ് നേഴ്സുമാർക്ക് പ്രോബ്ലമാണ്. ചില ആൾക്കാർ ഏജ് ബാറുണ്ട്. 52 വയസ്സിൽ ചിലർ പുതിയ മാനേജർ വരുമ്പോൾ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വിടും. അവർ വിളിക്കത്തില്ല. അവർ ചെറുപ്പക്കാരെ വെച്ച് കോപ്പറേറ്റീവുകളെല്ലാം 25 വയസ്സ് വെച്ചുള്ള ആൾക്കാരെ എടുത്തിട്ട് കമ്പനി മുന്നോട്ട് റൺ ചെയ്ത് ലാഭിക്കാൻ പോവുകയാണ്. കാര്യം 52കാരൻ എടുത്താൽ അയാളുടെ അന്നത്തെ സീനിയോറിറ്റി അനുസരിച്ചുള്ള പുതിയ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ചെറുപ്പക്കാരിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനേക്കാൾ പകുതിയെ പ്രായമുള്ളവരിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവരെ എടുക്കത്തില്ല ഒരിക്കലും. പക്ഷേ ഉടമ്പടി അവരെ എടുപ്പിക്കും. അതെന്താ കാര്യം? അമ്മയാണ് ഇതിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത്, നിങ്ങളെ ഉടമ്പടിയിലെ എക്സിക്യൂഷനിലെ സൂക്ഷ്മതയാണ് പ്രോബ്ലം. ഓരോരുത്തരും അതിനെ ഇപ്പം ഇവർ തന്നെ എന്താ പറയണത്, അവർ അത് ആത്മാർത്ഥമായിട്ട് അതിൽ വിശ്വസിച്ചു. പണ്ട് അവർ പറയണത്, ഈ പ്രത്യേകിച്ച് ഷീജല്ലോ അഞ്ജന പറയണത്, എന്തിനാണ് സാക്ഷ്യം പറയണത്? സാക്ഷ്യം പറയണ വല്ല കാര്യമുണ്ടോ? സാക്ഷ്യം ദൈവത്തോട് അങ്ങനെ പറഞ്ഞാൽ പോരെ? എന്തിനാണ് ആൾക്കാർ കെട്ടിയെടുത്ത് ഇവിടെ വന്നിട്ട് പറയണതെന്നൊക്കെയായിരുന്നു ഞാൻ പണ്ട് അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അമ്മയുമായിട്ട് സണ്ട് വെക്കുമായിരുന്നു പണ്ട്. മാതാവിൻ്റെ കാര്യം ഒത്തിരി കേട്ട് ചികിടിച്ച് ഞാൻ ആ വഴിക്കില്ലെന്ന് പറഞ്ഞ് നടന്ന ആളാണ്. പക്ഷെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ വന്ന് സാക്ഷ്യം പറയും. എനിക്ക് തന്നെ കിട്ടിയ അനുഭവത്തിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും. ഇപ്പം എനിക്ക് മനസ്സിലായി സാക്ഷ്യം എന്താണെന്ന്. കാര്യം വെച്ചാൽ സാക്ഷ്യം എന്താണെന്ന് ഇവൾക്ക് പറയാൻ മനസ്സിലാക്കാൻ ഒരു കാരണമുണ്ടായി. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോരോ ആൾക്കാർ ഓരോ കാര്യം പറയത്തില്ല. ഇപ്പം കുഞ്ഞിൻ്റെ പെടലി തിരിയണില്ലെന്ന് പറഞ്ഞപ്പോൾ പെടലി തിരിയാത്ത കൊച്ചായിരിക്കും മരണം വരെ ഇവൻ്റെ പെടലി തിരിയത്തില്ലെന്നാണ് കൂടെയുള്ളവർ പറയണത്. എങ്ങനെയെങ്കിലും ഇതിനെ അബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ് അവർ ഇവരെ സഹായിക്കുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും ഒരു ദിവസം. അപ്പോൾ ഉടനെ അമ്മ എന്ത് ചെയ്യുമെന്നറിയാമോ? അമ്മ ഓരോ സാക്ഷ്യം എടുത്ത് എന്നെ കാണിക്കും. ഏതമ്മ? പരിശുദ്ധമ്മ ദേവമാതാവ് കൃപാസനത്തിൻ്റെ ഓരോ സാക്ഷ്യം എടുത്ത് എന്നെ കാണിക്കും. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടും. അപ്പോഴെനിക്ക് മനസ്സിലായി സാക്ഷി എന്തിനാണെന്ന്.
കാര്യം ഈ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ഗർഭത്തിലിട്ടിട്ട് നാട്ടുകാർ ചവിട്ടും കുത്തും കേട്ടിട്ട് അവരുടെ മനസ്സിടിഞ്ഞ് പോകുമ്പോൾ അതിനെ നിലനിർത്താൻ വേണ്ടി അവരെ അഭിഷേകം ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സാക്ഷ്യം കേൾപ്പിച്ചാണ്. സാക്ഷ്യം കേൾക്കുമ്പോഴെന്ത് ഇവർക്ക് അതിന് അഭിഷേകം ഉണ്ടാവും. അപ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് തോന്നും. നിങ്ങളും പ്രാർത്ഥിക്കണം. അമ്മയോട് പറയണം, അമ്മേ എന്നെ അമ്മയുടെ സാക്ഷ്യം എന്ന് പ്രാർത്ഥിച്ച് നെഞ്ചത്ത് കൈവച്ച്, അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷിയായി ഉയർത്തണമേ. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി ഇടയ്ക്ക്. എന്താ കാര്യം എന്നറിയാമോ? ഈ ഉടമ്പടിയെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഇവിടെ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ്. ഇതിൻ്റെ ബാക്കിലുള്ള സബ്ജക്റ്റ് അതാണ്. ഈ അമ്മയുടെ നിങ്ങൾക്ക് നല്ല സാക്ഷ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കത്തുള്ളൂ. സാധാരണ സാക്ഷ്യമാണെങ്കിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ തക്കതായ സാക്ഷ്യമില്ലെങ്കിൽ ആ സാധാരണ ധ്യാനകേന്ദ്രം നടക്കുന്ന സാക്ഷ്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതുകൊണ്ട് നമുക്ക് വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സാക്ഷ്യങ്ങളാണ് വേണ്ടത്. പക്ഷെ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേണം. ചുമ്മാ ഇങ്ങനെ എല്ലാവരും ഉടമ്പടി എടുക്കണം, ഈ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, എന്നാൽ അതുകൂടി എടുത്തേക്കാം, എന്നാൽ 2 ഉടമ്പടി ഇങ്ങനെ തന്നേക്കാൻ പറയും. ഇത് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ചില അവർക്ക് ബുദ്ധിബോധമില്ല. ഇത് ഏതാണ്ട് എടുക്കുമ്പോൾ കിട്ടുന്ന സാധാരണ അടക്കുകയാണ്. ഉടമ്പടി എന്ന് പറയുന്ന ജീവിതമല്ലേ? ഉടമ്പടി എടുക്കുകയല്ല, ഉടമ്പടി ജീവിക്കുകയല്ലേ? ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. മഞ്ജു ഫ്രാങ്കലിൻ്റെ സാക്ഷ്യം ഞാൻ എപ്പോഴും ഓർക്കും. അവർ ഷിക്കാഗോയിൽ നിന്ന് ഇവിടെ വന്ന് പറഞ്ഞതാണ്, ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന്. കാര്യം ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യല്ലേ. അവൻ പറയണ പോലെ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി നമ്മൾ മാറുകയല്ലേ. അതിൻ്റെ അകത്ത് നമുക്ക് അഭിഷേകം കിട്ടുകയാണെങ്കിൽ നമുക്ക് ത്രില്ലടിക്കും. കർത്താവിന് വേണ്ടി ചെയ്യും. എന്തുകൊണ്ടാണ് ഇവർ തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും മേടിച്ചു? അതുമാത്രമല്ല അഞ്ജന ചെയ്യണത്, അവർ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഓരോ സങ്കടങ്ങൾ അവരോടൊന്ന് പറയുമ്പോഴേ അവർ ഓരോ പത്രം എടുത്ത് കൊടുക്കും. ഓഫീസിൽ സുവിശേഷ പ്രവർത്തനം തന്നെയാണ്. ഇത്രയും വേല ചെയ്യുന്ന ആൾക്കാരെ അമ്മ എങ്ങനെ ഡിസോൺ ചെയ്യാനാണ്? പ്രസവിച്ചപ്പോൾ നല്ല പൈങ്കിളി പോലത്തെ അടിപൊളി കൊച്ചു കൈ ഇടിച്ച് കിടത്താൽ ഉടമ്പടിയിലൂടെ ഞങ്ങളെ സന്ധിക്കുന്ന അവരുടെ വലിയ കാരണത്തെ ഞങ്ങൾ നന്ദി പറഞ്ഞു വാഴ്ത്തുന്നു. നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മക്കളെ ഒന്ന് മുട്ടേന്ന് നമുക്ക് ലാസ്റ്റ് പ്രെയറാണ്. അച്ഛൻ്റെ മനസ്സിൽ ജോലിയില്ലാത്തവരുണ്ട്. ഇന്ന് നീറ്റ് എഴുതണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തവർ. ചില ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ടായിട്ട് വരാൻ ഒത്തിയിട്ടില്ല. അവരെയും ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇപ്പോൾ അവർ നീറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ അവർക്ക് പ്രവർത്തിക്കാൻ. മാതാപിതാക്കന്മാരുടെ അവരുടെ ജീവിതത്തിന് വേണ്ടി ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തേക്ക് ചൊരിഞ്ഞ കണ്ണുനീരെല്ലാം ഞങ്ങളായിട്ട് വരാൻ അവരെല്ലാം ഓർക്കുകയാണ്. ഈ ആഴ്ചയിൽ ഒഴിച്ചിടുന്ന മക്കൾ ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ ആശീർവാദം വാങ്ങിച്ചു പോയവരുണ്ട്. കൃപാസൻ മാതാവിൻ്റെ അടുത്തൊന്ന് വന്നെങ്കിലെന്ന് കൊതിച്ചിട്ട് വരാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം ഓർക്കുകയാണ് ഇപ്പോഴ്. ഈ ആഴ്ച IELTS എഴുതുന്നവരുണ്ട്. അവരെ ഞാൻ ഓർക്കുന്നു. MOH, ഹാദ്, എല്ലാ പ്രൊഫഷണൽസിനെയും PSC എക്സാം വരുന്നുണ്ട്, അതും ഓർക്കുന്നു. എല്ലാവരും ഓർക്കുകയാണ്. ഞാൻ ഈ പ്രൊഫഷണൽസിന് ശരിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ മണ്ണി ചവിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ കാണാതെ ഞാൻ വിടത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരെ വളരെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും. അവരൊരാളെ രക്ഷപ്പെട്ടാൽ അനിയത്തിനെ ചെറുത്തിനെ കല്യാണം കഴിപ്പിക്കാം, നമുക്ക് വീട് വെക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. കടങ്ങൾ പരിഹരിക്കും, ആ കുടുംബത്തിൻ്റെ കടങ്ങൾ തീരും അതിനാൽ. അതുകൊണ്ട് പ്രൊഫഷണൽസിന് എല്ലാവരും എന്തെല്ലാം തരത്തിൽ ഒരു പരീക്ഷ
ഇപ്പം ബിടെക്കുകാരാണ്, അവർ കുറേ അധികം അരിയർ വന്നു പോയി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് അവരെ കൊണ്ടുവരണം. ചിലപ്പോൾ ഒറ്റ ബ്ലെസ്സിങ് കൊണ്ട് ചിലപ്പോൾ 20-22 അരിയർ വരെ എഴുതിയെടുപ്പിച്ചിട്ടുണ്ട് ബിടെക്കിൻ്റെ. അവരിനി എഴുതണില്ലെന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു എഴുതും മോളെ, നമുക്ക് 6 വെച്ച് എഴുതാമെന്ന് പറയും. 6 വെച്ച് എഴുതാം. സിലബസ് നിൻ്റെ സിലബസ് മാറുമ്പോൾ നിന്നെ മാതാവ് കരകയറ്റി വിട്ടിരിക്കും. അങ്ങനെയുള്ള എല്ലാവരെയും പ്രൊഫഷൻസിനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. വിഷയങ്ങളെ സമർപ്പിക്കുന്നു. വിജയത്തിലേക്ക് അനയിക്കണമേ. അവരുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ. സാമ്പത്തിക കടങ്ങളുള്ളവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക കടങ്ങളിൽ വീട് വിൽക്കാൻ വേണ്ടി പോണവർ, ജപ്തി നടപടിയിൽ വന്നിരിക്കുന്നവർ, വീടില്ലാത്തവർ, വീടിന് വഴിയില്ലാത്തവർ, നിങ്ങളെപ്പോഴും ഓർക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട്, അതും ഈശോ ഉള്ളപ്പ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ കണ്ണീരിടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് കൈ പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്ന, ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, വഴിയില്ലാത്ത സ്ഥലമാണ്, ബാങ്കുകാർ 19 ലക്ഷം ഞങ്ങൾക്ക് വേണം, തരത്തിലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്ന് പറയും. പക്ഷെ അമ്മ ആ ബാങ്കിൽ നിന്ന് തന്നെ വേറെ ആൾക്കാർ വഴി കാശെടുത്ത് കൊടുത്തു. മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാകണം, ഈ ജീവിതം കഴിഞ്ഞ് വേറൊരു ജീവിതമുണ്ട്, അതും ഉടമ്പടിയാണ്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്, നിത്യജീവിതം. ഈ ഉടമ്പടിയിൽ വരുമ്പോൾ ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്. അതുകൊണ്ട് നിത്യജീവിതം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അപേക്ഷ എന്ന് പറഞ്ഞത്, നിത്യജീവിതം നശിപ്പിക്കുന്ന ഒരു നടപടിക്രമവും ഒരു പ്രണയവും ഒന്നും നിങ്ങളുടെ ജീവിതമോ നിങ്ങളുടെ ആത്മാവോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയോ നിത്യരക്ഷയോ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധങ്ങളും നിങ്ങൾ കെട്ടിലെന്നേ ഉള്ളൂ. കർത്താവിനെ ജീവിതം കളഞ്ഞ് ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുക. തൽക്കാലത്തേക്കുള്ള ലാഭം മാത്രമാണത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് നീ എടുത്തു കഴിയുമ്പോൾ ദൈവം ആരാണെന്ന് നീ അറിയും. മാതാവേ, പലതരത്തിലുള്ള പ്രണയബന്ധങ്ങൾ അകപ്പെട്ടവരെ, ചില പെൺപിള്ളേരൊക്കെ വെറും പൊട്ടികളാണ് ശരിക്കും. കാര്യം ഈ ചാക്കിട്ടുപിടുത്തക്കാരെ അവരെ കൊണ്ടുപോയി റിസോർട്ടിൽ കൊണ്ടൊക്കെ ബന്ധപ്പെട്ട് 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിൽ അവരെ നശിപ്പിച്ച് കളയും. പിന്നെ ഇവരുടെ പുറകെ ഇങ്ങനെ വാലുമായിട്ട് നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പോഴം പണിയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യരുത്. എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഞാൻ, ജാതി മതം നോക്കാതെ എല്ലാവരോടും പറയുകയാണ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ആ ടൈപ്പാണ്. ഏതൊരു റിലേഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പണ്ട് 3 കൊല്ലമൊക്കെ കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ശാരീരികമായ കാര്യങ്ങളുണ്ടായി. ഇപ്പം അങ്ങനെയല്ല, 3 ആഴ്ചക്കുള്ളിൽ നടക്കും. അതോടെ പിന്നെ അവർ രക്ഷപ്പെടത്തില്ല. അപ്പം നിങ്ങൾക്ക് ആദ്യം ഇത് കഴിയണം വരെ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ തേനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കും. പക്ഷെ ഒരു കഥയുമില്ല. മനുഷ്യന്മാരുടെ സൈക്കോളജി അറിയണം. നിങ്ങൾ അവർ മാനസികമായിട്ട് ഉപേക്ഷിച്ചാലും നിങ്ങൾ അറിയിക്കാതെ ടാക്ടിക്സായിട്ട് കൊണ്ടു നടക്കാൻ അവർക്കറിയാൻ പറ്റും. അത്ര സൂത്രക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇതുപോലെ അകപ്പെടുത്തുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ. ചിലരോട് എന്നോട് കടവാണെന്നും പറഞ്ഞ് എനിക്ക് ജപ്തിയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പേപ്പർ എത്തിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും, വിൽക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. കൊടുക്കാനോ ആരെങ്കിലും തരാനോ ഒന്നുമില്ല അച്ഛാ, ദൈവം മാത്രമേ ഉള്ളെന്ന് പറയും. അങ്ങനെയുള്ളവരെ സാമ്പത്തികമായ മേഖലകളിൽ ഈ ആഴ്ചയിൽ അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മക്കളെ, വിവാഹം ഒത്തുവരാത്തവര്, സമയത്ത് വിവാഹം കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ഒരു മാനസിക ആവശ്യം മാത്രമല്ല, ഒരു ജീവിത ആവശ്യവും ദൈവികമായ ഒരു ആവശ്യമാണ്. അത് നടക്കണം. അത് നമുക്ക് ഇത്തിരി ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ളപ്പോൾ അത് നടക്കണം. അത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കണം. അതിൽ നിന്ന് ആവശ്യത്തിന് കുഞ്ഞുങ്ങൾ ജനിക്കണം. ആ മേഖല തടസ്സമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിവാഹത്തിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ, വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വപ്പെടാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ ജീവിക്കുമെന്ന ഐഡിയ ഇല്ലാത്തവര്, എങ്ങനെ ജീവിക്കുമെന്നൊരു ഐഡിയ ഇല്ല. ഒരു തൊഴിലും ചെയ്തിട്ട് ഗതി പിടിക്കണില്ല. എല്ലായിടത്തും കൊണ്ടുപോയി 10,000 രൂപ മുടക്കും, അത് നഷ്ടപ്പെടും, പിന്നെയും തിരിച്ചു വരും, കടം മേടിക്കും. എങ്ങനെ ജീവിക്കുമെന്നൊരു പിടിയുമില്ല. അങ്ങനെ ഒരു വഴിയും ഗതിയുമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കേരളത്തിൽ എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പാടില്ലാത്ത അവസ്ഥ എത്തിയ ആൾക്കാരുണ്ട്. ഒരു തൊഴിലും ചെയ്ത തൊഴിലെല്ലാം പൊട്ടിപ്പോയി, അടുത്തും കൈ നീട്ടാൻ പറ്റില്ല, ആ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റണില്ല, ഇങ്ങനെ വീട്ടിൽ പോലും സമയത്ത് വരാൻ പറ്റണില്ല. കടക്കാർ, വളയുന്ന ആൾക്കാർ, അവർ ദൈവികമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി ശ്രുതികട്ടെ, കൈയുയർത്തി ശ്രുതിക്കട്ടെ. തൊഴിലിന് വേണ്ടി അലയുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജീവസന്ധാരണത്തിന് ആവശ്യമായ മാർഗങ്ങൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉടമ്പടി എടുത്ത് വിദേശത്ത് പോയ മക്കളുണ്ട്. ഒത്തിരി പേര് പഠിക്കാൻ പോയവരുണ്ട്. ചില ആൾക്കാർക്ക് ഈ സെപ്റ്റംബർ ക്ലാസ് തുടങ്ങുകയാണ്, പക്ഷേ ഇതുവരെ വിസ വന്നിട്ടില്ല. സെപ്റ്റംബർ ക്ലാസ് തുടങ്ങുന്നവർക്ക് പക്ഷേ വിസ വന്നിട്ടില്ല, അതിൻ്റെ പൈസ റെഡി ആയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള സാങ്കേതിക കുരുക്കിൽ കിടക്കുന്ന ആൾക്കാരുടെ കുരുക്കുകൾ, കേസിൽ കിടക്കുന്നവർ, കോടതി വിസ്താരത്തിലിരിക്കുന്നവർ, ജഡ്ജ്മെൻറ്റിലിരിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മാരക രോഗികള്, തീരാവേദിയുള്ളവര്, മാനസിക രോഗമുള്ള, ഡിപ്രഷൻ ഉള്ളവര്, കിടപ്പ് രോഗികള്. ചില ആൾക്കാരുടെ മൊബൈലാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കണത്. അവർക്കിവിടെ വരാൻ പറ്റണില്ല. വരാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ വന്നേനെ. അപ്പം അങ്ങനെ കിടന്നു പോയ ആൾക്കാരുണ്ട്. അവർ എഴുന്നേക്കണം. ഈ ആഴ്ചയിൽ നിങ്ങൾ മാതാവിനെ അവരെ സമർപ്പിക്കുക. പറയുക, അമ്മേ, പരിശുദ്ധ അമ്മേ, കിടപ്പ് രോഗികളെ അങ്ങ് സന്ദർശിക്കണമേ. ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നവരോ മലമൂത്രങ്ങൾ പോകുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദരരോഗമുള്ളവർ, കിഡ്നി രോഗമുള്ളവർ, ക്യാൻസർ രോഗമുള്ളവരൊക്കെ ആ സ്ഥലങ്ങളിൽ തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലേണ്ട സമയമാണ്. കണ്ണ് കാഴ്ചക്കുറവുള്ളവരെ ഈശോ കാണിച്ചു തന്നായിരുന്നു സൗഖ്യപ്പെടുന്നതായിട്ട്. കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കാം. മുടി കൊഴിയുന്നവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നല്ലവണ്ണം മുടിയുള്ളവർക്ക് അതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും, പക്ഷേ മുടിയില്ലാത്ത സംബന്ധിച്ച് അതൊരു വേദനയാണ്. അതുകൊണ്ട് ഒത്തിരി പേര് നല്ലവണ്ണം മുടി തഴച്ച് വളർന്നിട്ടുണ്ട്.
ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുടി ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തലയൊക്കെ വെച്ച് മാതാവിനോട് പറ. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരെ യാത്രയെ സമർപ്പിക്കുന്ന കർത്താവേ, വസ്തു ലേലത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശരീരത്തിൽ ചിരങ്ങും ചൊറിയും നീരൊക്കെ കിട്ടിയവരെ കർത്താവെ നിന്റെ തിരുമുറുവാടുന്ന അത്ഭുത ഘടത്തിൽ സ്പർശിച്ച് അവരെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദമാണ്. എല്ലാവരും മുട്ടയിൽ ആശീർവാദം മേടിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും നിന്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,